ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലേക്ക് ഇട്ട വീഡിയോയുടെ ബാക്കിയാണ്, ലാസ്റ്റ് ഭാഗമാണത്. അപ്പോൾ ട്രക്കിങ് കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കൂടുതലായിട്ടും ഉള്ളത്. നമുക്ക് വീഡിയോ കണ്ടാലോ? കൂടുതൽ ഈ കൃഷിയുടെ കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. ഇനി ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കൃഷിയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമുക്കവിടെ പോകാനും അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഈ ഇതുപോലുള്ള ഫാമും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ. ഈ സ്ഥലത്തെത്തിയപ്പോഴേക്കും ഭയങ്കര മഴയായി. നമ്മളവിടെ കുറച്ച് നേരം ഇട്ടിരുന്ന കാര്യം അതിൻ്റെ എതിരെ ഒരു അപ്പുറം ഓപ്പോസിറ്റ് സൈഡിനായിട്ട് വലിയൊരു സ്ട്രോബെറിയുടെ ഫാമാണ്. എത്രയോ ഏക്കറിലാണ്. അപ്പോൾ നമുക്കവിടെ പോകാൻ ചെയ്യാം, പിന്നെ അവിടെ ഇറങ്ങി നമുക്ക് സ്ട്രോബെറി പറിക്കാം, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം നമുക്ക് ആർക്കും ഇറങ്ങാൻ പറ്റി. നമുക്കെന്ന് മാത്രമല്ല പുറകെ വന്ന ഒരു വണ്ടിക്കും അവിടെ ഇറങ്ങി പോകത്തില്ല, കാര്യം അങ്ങനത്തെ ഒരു വഴിയും കൂടെയാണ്. പിന്നെ നമ്മൾ കുറേ നേരം അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നോക്കി, മഴ കുറയും, ഒരു രക്ഷയില്ലാത്ത മഴയായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നും പോയി. അവിടെ നിന്ന് നേരെ വന്ന് ടൗണിലേക്കാണ് കേട്ടോ അടുത്തത് വരുന്നത്. നമ്മൾ വരുന്ന വഴിയല്ല, വേറൊരു വഴി കൂടെയാണ് തിരിച്ച് ടൗണിലെത്തുന്നത്. ഈ വന്നിറങ്ങുന്ന സ്ഥലമാണ് കറക്റ്റ് വട്ടവട ഗ്രാമപഞ്ചായത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ വന്നിറങ്ങുന്ന സ്ഥലം. അവിടെ അത്യാവശ്യം വലിയൊരു സ്ട്രോബെറിയുടെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ട് കുറച്ച് സ്ട്രോബെറിയൊക്കെ മേടിച്ച്. പക്ഷേ സ്ട്രോബെറി ഒന്നും ഈ സമയം സീസൺ അല്ലാത്തതുകൊണ്ട് നല്ല റേറ്റ്. പിന്നെ അതുവരെ പോയതല്ലേ, നമ്മളത് കണ്ടിട്ട് ഫ്രഷ് ആയിട്ടുള്ള കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കത് അവർ പറിച്ച് തരും കേട്ടോ. കണ്ടോ, വഴിയെല്ലാം കണ്ടോ, അത്യാവശ്യം വലിയൊരു സ്ട്രോബെറിയുടെ ഫാമാണ്. ഈ കാണുന്നത് ആ സ്ട്രോബെറി ഫാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. അവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ചെറിയൊരു എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് എടുക്കാനും നമുക്ക് സ്ട്രോബെറി വേണമെങ്കിൽ മേടിക്കാം, പിന്നെ അതുപോലെ ഫോട്ടോസ് എടുക്കാം, അങ്ങനെ എല്ലാമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ അടിപൊളിയായിട്ടുള്ള ചെടികളുണ്ട് കേട്ടോ. നമ്മളവിടുന്ന് ചെടി മേടിക്കാനായിട്ട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടുത്തെ ഈ കാലാവസ്ഥയിൽ വളരുന്നത് നിങ്ങളെ നാട്ടിൽ കൊണ്ട് അങ്ങനെ വളരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ മേടിച്ചില്ല. നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത്. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ ചെന്നു. പിന്നെ അവിടെ കാണാനായിട്ടുള്ള സ്ഥലങ്ങളായിട്ടും വലുതായിട്ടില്ല. പിന്നെ നമ്മൾ ഒന്ന് റൂമിൽ ചെന്ന് റൂം വെക്കേറ്റ് ചെയ്തു. അതിനുശേഷം തിരിച്ച് മൂന്നാർ ടച്ച് ചെയ്തു അല്ലേ വരുന്നത്. ജസ്റ്റ് അവിടെയൊക്കെ ഇറങ്ങി ഒന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ വന്ന് മൂവാറ്റുപുഴയൊക്കെയാണ് പോയത്. ത്രിലോക റിസോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ആ റിസോർട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പിന്നെ പോയത്.
ഇത് നമ്മൾ മൂന്നാറിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങി കുറച്ച് ദൂരം ഇങ്ങ് വന്നതിന് ശേഷം കണ്ട ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. മഴ കൂടുതലായതുകൊണ്ട് പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നത്, അങ്ങനെ ചെറുതായിട്ട് ഇതെടുത്തേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ ഈ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് തന്നെ 8:30-9 മണിയായി. നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത റിസോർട്ടിലെത്തി. രാവിലെയുള്ള അപ്പോൾ ട്രിപ്പിൻ്റെ വീഡിയോ എല്ലാം ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. എല്ലാവർക്കും ടാറ്റാ.